ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി വണ്ടിയിൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പുടവ കൊടുക്കൽ ചടങ്ങിന് പോവാണ്. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവരാണ് കേട്ടോ ആ വണ്ടിയിൽ. അപ്പോൾ അവരെ വണ്ടി പോകുന്നതിൻ്റെ പിറകെ വേണം നമുക്ക് പോകാൻ. തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പെട്ടിയും കൊണ്ട് വരുന്നതാണ് എൻ്റെ കൂട്ടുകാരി കേട്ടോ. അപ്പോൾ ആ പെട്ടിക്കകത്താണ് പെണ്ണിന് കൊടുക്കാനുള്ള സാരി, പിന്നെ അതുപോലെ തന്നെ പൂവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്താണ്. അപ്പോൾ അതാ ഒരു ചിരി പാസ്സാക്കി തരാൻ പറഞ്ഞപ്പോൾ ഒരു ചിരി പാസ്സാക്കി തരുവാണ് കേട്ടോ. സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് പെണ്ണിൻ്റെ ആങ്ങളെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെന്താ പെണ്ണും ചെറുക്കനും കൂടെ എന്തൊക്കെയോ കണ്ണും എന്തൊക്കെയോ സംസാരിക്കുന്നു. അവരെന്തൊക്കെയോ ചിരിച്ചെന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പം വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ചടങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പം പെണ്ണിൻ്റെ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. ഇനി പെണ്ണ് അവരുടെ അമ്മയുടെ അച്ഛൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ കൊണ്ട് ചെന്നത് കൊടുക്കുന്നത്. അതായത് ചെറുക്കൻ്റെ സഹോദരി, അതായത് എൻ്റെ കൂട്ടുകാരിയാണ് പുടവ കൊടുക്കുന്നത്. അപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ക്യാമറമാൻമാരെ അറിയാമല്ലോ, അവർ നമ്മൾ അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് നിൽക്കുക, തിരിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കുഴപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മേനെ അങ്ങോട്ട് തള്ളി വിട്ടിട്ടുണ്ട്. അമ്മ എവിടെ പോകണം, അവിടെ പോയി നിൽക്കാനെന്ന്. അങ്ങനെ പിന്നെ അവളെ അതിലേ കൂടെ ഒരു വലത്തിട്ട് കറക്കി ഇപ്പുറത്ത് വന്നിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഒരു കറക്കം വരുന്നു ഗൈസ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി കുളമൊന്നും ആയില്ല, സെറ്റായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇതാ സെറ്റാക്കിയൊക്കെ നിർത്തുവാണ്. കാര്യം അവർക്കും ഫോട്ടോ ഒക്കെ നന്നായിട്ട് അവസാനം കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് അവരതിൻ്റെതായ രീതിയിൽ ചെയ്യും. അപ്പോൾ ഇതാ പുടവ കൊടുക്കലാണ് നടക്കുന്നത് ഇവിടെ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നാത്തൂന് ഒരു കൈച്ചേനോ എന്തെങ്കിലും നമ്മൾക്ക് എന്താണോ അത് കൊടുക്കാം, ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ്. പിന്നെ അതും കൂടെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുപ്പം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു റൂമിലേക്ക് വന്ന് നിന്ന് കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ, ചുന്തിരി മണിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടി അങ്ങോട്ട് ആഹാരം കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഫുഡെന്ന് പറയുന്നത് 3 ഐറ്റം ഉണ്ടായിരുന്നു. അതായത് പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെന്താ വീശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞു കുറച്ച് നേരം. പിന്നെന്താ ചിരിക്കുകയാണ് കേട്ടോ, ചിരിച്ച് പാസ്സാക്കുവാണ്. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പെണ്ണിനും ചെറുക്കനും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളവിടെ നിന്നു. പിന്നെ ഞാൻ ബാക്കി എല്ലാവരും കൂടെ വന്ന് നമ്മൾ ആ വണ്ടിയിലെങ്കിൽ തിരിച്ചിങ്ങ് വീട്ടിൽ പോരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നല്ലൊരു യാത്രയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഇനി നാളെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം തന്നെ ഞാൻ മോനെ വീട്ടിലാക്കിയിട്ടാണ് മോളെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും നമ്മുടെ ഈ ഫാമിലി ഇത്രയും വലുതായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.